ഹെവൻലി മെലോഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫാദർ റോജി കഴുകനോലിക്കൽ CMI. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെ ദിനങ്ങളാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മോട് കൂടെയുള്ള ഇമ്മാനുവൽ അനുഭവമാണ് ക്രിസ്തുമസ്. ഈ ഇമ്മാനുവൽ അനുഭവം നമ്മിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. ഞാനും നിങ്ങളും ക്രിസ്തുമസ് ആയി മാറുന്ന ദിനം. ഈ ദിനത്തിലേക്കുള്ള നടത്തമാണ് നമ്മൾ. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട 2 യുവ വൈദികരാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ദിനങ്ങളിൽ ഇവരുടെ ഗാനങ്ങൾ പലതും വൈറലാണ്. ബഹുമാനപ്പെട്ട വിപിൻ കുരിശുതറ CMI അച്ഛനും ബഹുമാനപ്പെട്ട ബിനിൽ കുരിശുതറ CMF ക്ലരീഷൻ അച്ഛനുമാണ്. ഈ വൈദികർ ഇവരുടെ സംഗീതയാത്രയെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഇവരുടെ സംഗീതത്തെക്കുറിച്ചും ഇവരുടെ ക്രിസ്തുമസ് അനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് പറയുന്നു. പ്രിയ ബിബിനച്ച, വിനിലച്ച, നിങ്ങളുടെ ഗാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം. നിങ്ങളുടെ പാട്ടനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരി കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാട്ടനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എത്രയാണെന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാം. ആ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾ 3 ആമക്കളാണ്. എല്ലാവരും അനിയനും കൂടിയുണ്ട്. ഞാൻ CMI സഭാംഗമാണ്, അനിയൻ ക്ലരീഷൻ സഭാംഗമാണ്. ആദ്യമൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു പാട്ട് പാടുക ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു. ഈ വർഷം തൊട്ടാണ്, ഈ വർഷം വലിയ ആഴ്ചയിലൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ട് പാടാനായിട്ടൊരു അവസരം കിട്ടിയത്. അത് കൽവരി കുന്നിൽ അങ്ങനൊരു പാട്ടായിരുന്നു, എൻ പേർ കാച്ചിന്തി. അതിനുശേഷം ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ ഒരു പാട്ട് നല്ല വരികളും സംഗീതമൊക്കെ ആയിട്ട് ചെയ്തിട്ട് വിളിക്കാൻ നേരത്ത് അച്ഛൻ ഒറ്റയ്ക്കല്ല 2 പേരും കൂടി പാടണം. അത് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. ഈ അടുത്ത നാളുകളിൽ ഞാൻ നിങ്ങളുടെ ഗാനങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് ബെത്ലഹേമിലെ എന്ന് തുടങ്ങുന്ന ബെത്ലഹേമിലെ ക്രിസ്മസ് ഗാനം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. അത് നമ്മുടെ പ്രിയപ്പെട്ട സുബിനച്ചനും പിന്നെ ബ്രദർ ബിനോ. ഈ വരികൾ എഴുതിയത് സുബിനച്ചനാണ് എഴുതിയേക്കണേ. ബിനോയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ഗീതം സ്റ്റുഡിയോയിൽ. അത് നമ്മൾ പാടുമ്പോൾ തന്നെ ഒരു എനർജി ആയിരുന്നു. നല്ലൊരു അതിൻ്റെ വരികൾ ഒരു പുതുമയുള്ളതാണ്. പിന്നെ അതിൻ്റെ സംഗീതവും ഒരു വ്യത്യസ്തതയുണ്ട്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ആ ഗാനം അതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. ആ ഗാനം ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കും. Hallelujah, 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 hallelujah. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. പൊണ്ണുമൂറ് കുന്തിരിക്കം കാഴ്ച വെച്ചല്ലോ, വന്നു കണ്ടു നമസ്കരിച്ചു ഇടയന്മാരും. പൊന്നമൂര് കുന്തിരിക്കം കാഴ്ച വെച്ചല്ലോ, വന്നു കണ്ടു നമസ്കരിച്ചു ഇടയന്മാരും. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി.
കൺമണിയെ നിന്നെ കാൺമാൻ മാനവർക്ക് രക്ഷയകാൻ ത്യാഗത്തിൻ രൂപമായി കാലങ്ങൾ കാത്തിരുന്നു കൺമണിയെ നിന്നെ കാൺമാൻ മാനവർക്ക് രക്ഷയകാൻ ത്യാഗത്തിൻ രൂപമായി അന്ന് ഭൂവിൽ വചനം ജഡമായി ഇറങ്ങി വന്നല്ലോ 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 ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി രാക്കിളികൾ മോദമോടെ പാടുന്നു പുതുഗീതം സ്വർഗീയ സൈന്യത്തിൻ ദൂതരോട് ചേർന്ന് രാക്കിളികൾ മോദമോടെ പാടുന്നു പുതുഗീതം സ്വർഗീയ സൈന്യത്തിൻ ദൂതരോട് ചേർന്ന് മണ്ണിലും വിണ്ണിലും ആനന്ദമേകി കൃപയും സത്യവും നിറഞ്ഞു വന്നല്ലോ മണ്ണിലും വിണ്ണിലും ആനന്ദമേകി കൃപയും സത്യവും നിറഞ്ഞു വന്നല്ലോ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി പൊന്നുമൂരുക്കും ധരിക്കും കാഴ്ച വെച്ചല്ലോ വന്നു കണ്ടു നമസ്കരിച്ചു ഇടയന്മാരും പൊന്നുമൂരുക്കും ധരിക്കും കാഴ്ച വെച്ചല്ലോ വന്നു കണ്ടു നമസ്കരിച്ചു ഇടയന്മാരും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ ഗാനങ്ങൾ. നിങ്ങൾക്കെല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു താങ്ക് യു. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എവിടെയാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്, ഏത് ശുശ്രൂഷ മേഖലകളാണ് എന്നൊക്കെ അറിയുവാനാണ് ആഗ്രഹം. മിന്നലച്ചൻ എവിടെയാണ്? അച്ഛാ, ഞാൻ വയനാട് സുൽത്താൻ ബത്തേരി, അവിടെ അടുത്ത് കുടുക്കി എന്നൊരു സ്ഥലമുണ്ട്, ചിരാനോട് ചേർന്ന്. അവിടെ ഞങ്ങളുടെ ക്ലരീഷ്യൻ കോൺഗ്രിഗേഷൻ്റെ ഒരു ആശ്രമമുണ്ട്, കെയർ ഹോം. അത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഹോം ബേസ്ഡായിട്ട് HIV രോഗികളെ ശുശ്രൂഷ അവർക്ക് നൽകുന്ന ഒരു മേഖലയാണ് ശുശ്രൂഷ മേഖല. പ്രത്യേകിച്ച് കൊള്ളകൽ, ബാംഗ്ലൂർ, മാനന്തവാടി എന്നിവിടങ്ങളിലുള്ള ഇതുപോലത്തെ അഫക്റ്റഡ് ആയിട്ടുള്ള മക്കൾക്ക് നമ്മൾ ശുശ്രൂഷ കൊടുക്കും. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖല. പിന്നീടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു ധ്യാന സെൻ്ററാണ്. അപ്പോൾ ഈ 2 ശുശ്രൂഷ മേഖലകളാണ് ഞങ്ങളുടെ ആശ്രമത്തിലുള്ളത്. ഞങ്ങൾ 3 അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. ഫാദർ ബിജോയ് അരിമറ്റം ഞങ്ങളുടെ സുപ്പീരച്ഛനാണ്, പിന്നെ ഫാദർ ലിജോ വെളിയത്ത്. അപ്പോൾ ഞങ്ങൾ 3 അച്ഛന്മാരാണ്. പ്രത്യേകമായിട്ട് എനിക്ക് നന്ദിയോടുകൂടി ഓർക്കാനുള്ള ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സഭയും അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും നല്ല രീതിയിൽ നല്ല എൻകറേജ്മെൻറ്റാണ്, സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഈ ഗാനരംഗങ്ങളിലൊക്കെ ഇപ്പോൾ റെക്കോർഡിങ്ങിന് പോകാനോ പാട്ട് റിലീസായി കഴിയുമ്പോഴൊക്കെ അഭിനന്ദനങ്ങളൊക്കെ
നല്ലൊരു ഉണർവും ഉന്മേഷവും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും എൻ്റെ കോൺഗ്രിഗേഷനിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലവും. വിപിനച്ചൻ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? വെച്ചാൽ ഞാൻ ചേർത്തല അടുത്ത് മണപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ CMI സഭയുടെ ഒരു കൊവന്തയുണ്ട്, അവിടെയാണ് എൻ്റെ താമസം. ഞാൻ 2 ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. ഒന്ന് മണപ്പുറത്ത് തന്നെയുള്ള സെൻറ്റ് തെരേസസ് ഹൈസ്കൂൾ മണപ്പുറം, ഒരു എയ്ഡഡ് സ്കൂളാണ്. അവിടുത്തെ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് സേവനം ചെയ്യുന്നു. ഒപ്പം തന്നെ സെയിൻറ്റ് ജോസഫ് ചർച്ച് നോർത്ത് പണാവള്ളി, ആ പുള്ളിയുടെ വികാരിയും കൂടെ ആയിട്ട് സേവനം ചെയ്യുന്നു. വില്ലച്ചൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ആ സ്കൂളിൽ നിന്നും അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മേലധികാരികളിൽ നിന്നൊക്കെ സഭയിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ടും ഭയങ്കര സന്തോഷമാണ്. ഒരു കരുതലുണ്ട് അവർ തരുന്ന കരുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൻ്റെ പ്രധാന കാരണം സഭയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇതാണ് ശുശ്രൂഷ മേഖല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗാന ശുശ്രൂഷകളിലൂടെ ഒത്തിരി ആളുകളെ സ്വാധീനിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലൂടെ ഈ ഗാനങ്ങൾ അവർക്ക് ഒത്തിരി ആശ്വാസങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അതിന് പ്രധാനമായിട്ട് പരിശുദ്ധ ബലിയർപ്പണം തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു തിരുനാൾ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വളരെ ടയർഡായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ കുർബാന ചെല്ലുക. ഒരു യാത്രയൊക്കെ ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ, ഒരു ലോങ് യാത്രയൊക്കെ ആണെങ്കിൽ 2 വീലറിനൊക്കെ ആയിരിക്കും പോവുക. പക്ഷെ നമ്മളപ്പോൾ കുർബാന കഴിയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ചിലപ്പോഴൊക്കെ പരിശുദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരുക്കത്തോട് ഒരു ക്ഷീണിച്ച രീതിയിലായിരിക്കുമല്ലോ ഒരു കുർബാന ഇല്ല അയക്കുന്നത്. വേണ്ട ഒരുക്കം അതിനുവേണ്ടി ഞാൻ നടത്തിയോ. പക്ഷെ നമ്മളങ്ങനെ സങ്കടത്തോടെ കുർബാന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അപ്പച്ചനും അമ്മച്ചി വന്നിട്ട് പറയാം, അച്ഛൻ ഇന്നത്തെ കുർബാനയിൽ എൻ്റെ ചില സങ്കടങ്ങൾ മാറാൻ കാരണമായി. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പോൾ അത് കുഞ്ഞു കാര്യമാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ. ഞങ്ങളുടെ ഈ കൊച്ചു ഗാനങ്ങൾ ചിലർക്കൊക്കെ അതൊരു സന്തോഷത്തിനും. ഇപ്പോൾ ഒരു പാട്ട് ഇന്നാൾ ഇറങ്ങിയതൊരു ചങ്ക് ആണെൻ്റെ ഈശോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു സഹോദരിയെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവർ കാണാൻ വന്നായിരുന്നു. അവർ പറഞ്ഞത് ഇതാണ്, ഒരു മുറിവിൻ്റെ ഒരു സമയത്താണ് ഈ പാട്ട് കേട്ടത്. അത് ഒരു സൗഖ്യത്തിന് കാരണമായി അച്ഛൻ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും നന്ദി പറയേണ്ടത് ഇത് ഞങ്ങളോടല്ല, ആ വരികൾ എഴുതിയവർ അല്ലെങ്കിൽ അതിന് സംഗീതം നൽകിയവർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. ഒരു എഡ്വിൻ ബ്രദറാണ് അതിൻ്റെ എല്ലാമായിരുന്നത്. ആ ബ്രദറിനോടുള്ള നന്ദിയും കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് ആ പാട്ട്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങൾ വില്ലച്ചനും എനിക്ക് ഒത്തിരി പറയാനുണ്ട്. കുറേ വില്ലച്ചനും ഇതേപോലെ അനുഭവങ്ങളുണ്ടാകാം. കാരണം എയ്ഡ്സ് രോഗികളുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നു. അതേപോലെ ധ്യാന സെൻ്ററിൽ ശുശ്രൂഷ ഒത്തിരി ആളുകൾക്ക് സൗഖ്യം നൽകുന്നുണ്ടാവും ഈ സംഗീതത്തിൻ്റെ മേഖലയിലൂടെ. അച്ഛൻ്റെ അനുഭവങ്ങൾ? തീർച്ചയായും ഈ പാടിയ പാട്ടുകളെല്ലാം ഒരു അഭിഷേകവും ദൈവത്തിൻ്റെ കൃപകൾ അടങ്ങിയ വരികളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പാടുമ്പോഴും അത് കേൾക്കുമ്പോഴും അത് പ്രത്യേകിച്ച് ധ്യാനം സമയങ്ങളിലൊക്കെ അവർ ചിലപ്പോൾ ചോദിച്ച് തന്നെ പാടിപ്പിക്കും. കഴിഞ്ഞ ധ്യാനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാനം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അവരിങ്ങനെ ചോദിച്ച് തന്നെ പാട്ടൊന്ന് പാടാമോ ചോദിച്ചു തന്നെ ഒരു പാടി. അപ്പോൾ നമ്മൾ പാടുമ്പോൾ അവർ എൻജോയ് ചെയ്യുന്നതും അവർ ആസ്വദിക്കുന്നതും ഒക്കെ നമുക്കും ഒരു സന്തോഷമാണ്. തീർച്ചയായും ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് ഒരു ക്രിസ്മസ് ഗാനം കേട്ടാലോ? നിങ്ങളുടെ ഈ ഗാനങ്ങൾ ഈ കാലഘട്ടത്തിലെ യൂത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഒരു ന്യൂജൻ ടച്ച് അതിലുണ്ട്. അത് ഒരു നല്ല വൈബ് നമ്മളുടെ പ്രത്യേകിച്ച് യൂത്തിന്, നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ, സൺഡേ സ്കൂളിലുള്ള കുട്ടികളൊക്കെ ഇത് ഏറ്റുപാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊരു ഗാനം ആലപിക്കാമോ? മഞ്ഞ് പെയ്യുന്ന രാവിൽ ആ ശിശിരകാലത്തണുപ്പിൽ ബെത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജാതനാ. മഞ്ഞ് പെയ്യുന്ന രാവിൽ ആ ശിശിരകാലത്തണുപ്പിൽ ബെത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജാതനാ. യേശു ജാതനാ, യേശു ജാതനാ. ഒന്ന് ചേർന്ന് പാടിടാം ആനന്ദത്തോടെ, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദൈവോ. ഒന്ന് ചേർന്ന് പാടിടാം ആനന്ദത്തോടെ, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദൈവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഞ്ഞണിയും മാമല
മാമലകൾ പുഞ്ചിരി തൂകി, വിണ്ണിലെങ്ങും താരകങ്ങൾ മിന്നിത്തിളങ്ങി. മഞ്ഞണിയും മാമലകൾ പുഞ്ചിരി തൂകി, വിണ്ണിലെങ്ങും താരകങ്ങൾ മിന്നിത്തിളങ്ങി. കുന്തിരിക്കും പൊന്നുമൊപ്പം നീറയുമേകി, കീർത്തനങ്ങൾ പാടിയാർത്തുമാലാഖമാർ. കുന്തിരിക്കും പൊന്നുമൊപ്പം നീറയുമേകി, കീർത്തനങ്ങൾ പാടിയാർത്തുമാലാഖമാർ. ഒന്ന് ചേർന്ന് പാടിടാം ആനന്ദത്തോടെ, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ. ഒന്ന് ചേർന്ന് പാടിടാം ആനന്ദത്തോടെ, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിലാകെ പുത്തുലഞ്ഞു മന്ദഹാസപ്പൂക്കൾ, മാലോകരേറ്റു പാടി ഹല്ലേലൂയ ഗീതം. മണ്ണിലാകെ പുത്തുലഞ്ഞു മന്ദഹാസപ്പൂക്കൾ, മാലോകരേറ്റു പാടി ഹല്ലേലൂയ ഗീതം. പാരിലെങ്ങും ഉത്സവത്തിൻ ആരവമായി, സ്നേഹമെല്ലാം പങ്കുവെച്ചു തൃപ്തരായ ജനം. പാരിലെങ്ങും ഉത്സവത്തിൻ ആരവമായി, സ്നേഹമെല്ലാം പങ്കുവെച്ചു തൃപ്തരായ ജനം. മഞ്ഞ് പെയ്യുന്ന രാവിൽ ആ ശിശിരകാലത്തണുപ്പിൽ, ബെത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജാതനാ. മഞ്ഞ് പെയ്യുന്ന രാവിൽ ആ ശിശിരകാലത്തണുപ്പിൽ, ബെത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജാതനാ. യേശു ജാതനാ യേശു ജാതനാ. ഒന്ന് ചേർന്ന് പാടിടാം ആനന്ദത്തോടെ, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ. ഒന്ന് ചേർന്ന് പാടിടാം ആനന്ദത്തോടെ, ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാവ്, നന്നായിരിക്കുന്നു. നിങ്ങളുടെ ഈ ഗാനങ്ങൾ ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ഗാനത്തിലെ വരികളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദൈവവിളികൾ കുറയുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് ചേട്ടനും അനിയനുമൊക്കെ വൈദികരാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയും കൂടിയാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാനായിട്ട് ആഗ്രഹം. വിപിനച്ചൻ എങ്ങനെയാണ് ദൈവവിളി കിട്ടിയതെന്ന് പറയാം. ദൈവവിളി അതിനേക്കാളുപരിയായിട്ട് കടപ്പെട്ടിരിക്കുന്നൊരു കാര്യം പറയാം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അച്ഛന്മാരായിട്ട് പൗരോഹിത്യ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അപ്പച്ചനും അമ്മച്ചിയാണ്. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്തൃസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടാകുക മക്കളുടെ പുണ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പുണ്യം ചെയ്തെന്ന മക്കൾ തന്നെ. കാരണം ഞങ്ങൾക്ക് വേണ്ടി വയ്യായികയാണെങ്കിൽ പോലും ത്യാഗത്തോടെ കണ്ണീരോടെ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. അതുതന്നെയാണ് എനിക്കൊരു അനുഭവം മിക്കവാറും ഓർക്കുന്നുണ്ടെന്നറിയില്ല. ഒരു ദിവസം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അവധിക്ക് ബന്ധുക്കളുടെ വീട്ടിലും അങ്ങനെയൊക്കെ നമ്മൾ പോകുമായിരുന്നു. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് മിക്ക ദിവസങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വന്ന് നമ്മളെ പെട്ടെന്ന് പോയി കിടക്കും. വന്ന ഉടനെ ആ ക്ഷീണത്തിൽ പോയി കിടന്നുറങ്ങും. പക്ഷെ അപ്പനും അമ്മയും ഒരു ജപമാല ചൊല്ലുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും ജപമാല കുടുംബത്തിൽ മുടങ്ങിയിട്ടില്ല. അത് നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, അല്ലേ? ഒരു ദിവസം പോലും അത് മുടങ്ങിയിട്ടില്ല. പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായും ഞങ്ങൾക്കൊക്കെ ഒരു ഉണർവാണ്. ഈ ഒരു പൗരോഹിത്യ മേഖലയിലൊക്കെ എപ്പോഴും ഒരു വിജയത്തിലേക്ക് വരുവാനൊക്കെ തീർച്ചയായും അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന വളരെ വളരെ വിലപ്പെട്ടതാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതം അത് മറ്റുള്ള കുടുംബങ്ങൾക്കും വലിയ മാതൃകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്മസ് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. രണ്ടുപേരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെയുള്ള
ക്രിസ്തുമസ് അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ ഒരു ഇടവകയിൽ വികാരി അച്ഛനായിട്ടിരുന്നപ്പോൾ അവിടെ ഈ ക്രിസ്മസ് വരുമ്പോൾ പ്രധാനമായിട്ടും വീടുകളിൽ ക്രിബ് ഉണ്ടാക്കും. അപ്പോൾ അതൊരു മത്സരമായിട്ട് എടുക്കും, വീടുകൾ ഒരു ആഘോഷമായിട്ട് എടുക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 3 സമ്മാനങ്ങൾ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം അറിഞ്ഞത് 7 വർഷമായിട്ട്, തുടർച്ചയായിട്ട് 7 വർഷമായിട്ട് ഒരു ഫാമിലിക്ക് മാത്രമാണ് ഈ സമ്മാനം ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോൾ ആ ഒരു കാര്യം അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ വർഷമായപ്പോൾ ക്രിബ് കാണാനും മാർക്കിടാനായിട്ട് വേറെവരുണ്ട്. അപ്പോൾ ഞാൻ ക്രിബ് കാണാൻ, കാരണം ഇങ്ങനെ കേട്ടിട്ടുണ്ട് 7 വർഷമായിട്ട് അത് ഏത് വീട് ഒന്ന് കാണണമല്ലോ ആ ക്രിബ്. അപ്പോൾ അതിൻ്റെ മനോഹാരിത കാണാനൊക്കെ ആയിട്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ പറയുന്നത്, പ്രതീക്ഷിച്ച് തെറ്റിച്ച് കൊണ്ടുള്ളൊരു അനുഭവമായിരുന്നു. ക്രിബ് എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടെ വന്ന കൈക്കാരനൊക്കെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ല 7 വർഷം, ഇപ്പോൾ എന്താ പറ്റിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചേട്ടനും 2 മക്കളാണ്. അപ്പോൾ ആ ചേട്ടൻ ഞാൻ ഇങ്ങനെ വിളിച്ചു, എടാ എന്ത് പറ്റിയടാ, ഇത്തവണ 7 വർഷമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഈ വർഷം എന്ത് പറ്റിയെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു ജോലി മേഖലയിലാണ്, അപ്പം ഞാൻ വന്നത് ലേറ്റായി. സാധാരണ ഒരു 4 ദിവസം മതി, എനിക്ക് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട് അച്ഛാ, ഈ 7 വർഷങ്ങളായിട്ട് പല ഐഡിയ ആണ്. അപ്പോൾ ഐഡിയ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ എനിക്ക് താമസിച്ച് ആണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രവർത്തിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിലുപരിയായിട്ട് എനിക്ക് അതിനുള്ള സാഹചര്യം, എനിക്ക് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ എനിക്ക് ചെയ്ത് തീർക്കാമായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴും എനിക്കിങ്ങനെ ആ ഒരു ലേറ്റായ സമയത്തൊക്കെ ഈ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു അനിയനാണ്. ഇതാണ് അനിയൻ, കാണിച്ചു തരുമോ കേട്ടോ. അവൻ തീരെ ഒരു കുഞ്ഞനിയനാണ്. അപ്പോൾ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട് ഇവർ തമ്മിൽ. കുഞ്ഞൊരു അനിയനാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട്, എടാ നീ പെട്ടെന്ന് വാ, നിൻ്റെ അനിയൻ ഓൾറെഡി പരിപാടി തുടങ്ങി, കൃപ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ദിവസം മതി. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനിയൻ ഈ ചെളിയിലും ഈ എന്നാ പറയുന്നത് കരിയിലൊക്കെ നിൽക്കുക. എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ താമസിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ രീതിയിൽ നല്ല സൂപ്പറായിട്ട് ക്രിബ് ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു. അവൻ ഈ ചെളിയിൽ ഈ കരിയിലൊക്കെ ഇങ്ങനെ നിൽക്കുക, ഈ ക്രിബ് സൂപ്പറല്ലേ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ ക്രിബ് അവിടെയുണ്ട്, ഉണ്ടാക്കണമെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവൻ പറയാണ്, അത് സങ്കടമാവും ഉറപ്പായിട്ടും. അവൻ അത്രയും ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ആ ശരീരം കാണുമ്പോൾ തന്നെ ചെളിയിലും കരിയിലും കാണുമ്പോൾ തന്നെ അവൻ ഭയങ്കര ഒരു വിഷമായി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചേട്ടന് വേണ്ടി പറഞ്ഞാൽ, ഞാൻ ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ചേട്ടൻ ലേറ്റാവെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവന് തോന്നി ഇതിൽ ഒന്നും തൊടാതിരിക്കാനുള്ള മനസ്സാണ് വന്നത്. എൻ്റെ അനിയൻ ഉണ്ടാക്കിയ ക്രിബ്, അപ്പോൾ അതിൽ വീണ്ടും തൊടേണ്ട ആവശ്യമില്ല, സമ്മാനം കിട്ടില്ലെന്നുള്ള 100% ഉറപ്പ് ഇവനുണ്ട്, ചേട്ടനുണ്ട്. പക്ഷേ ഇന്ന് സമ്മാനം കിട്ടിയില്ലെങ്കിലും എൻ്റെ അനിയനുണ്ടാക്കിയ കഷ്ടപ്പാട്, അതിലുണ്ടാക്കിയ ആ ക്രിബ് മതി, അതിൽ സമ്മാനം ഒന്നുമില്ലെങ്കിൽ അവൻ്റെ സന്തോഷം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂത്ത് അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അവനങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത്, എടാ നിന്നെപ്പോലെ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ എത്രമാത്രം സ്വർഗീയമാകുമായിരുന്നു നമ്മുടെ വീടുകൾ, നമ്മുടെ സമൂഹമൊക്കെ. അതിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടം വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഈ ഒരു സംഭവം എപ്പോഴും വന്ന് നിറഞ്ഞു നിൽക്കാറുണ്ട്. ബിനിലച്ചൻ 2 സഹോദരങ്ങളുടെ കരുതലിനെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുതലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നിങ്ങൾ 2 സഹോദരന്മാരുടെ ചെറുപ്പകാലത്തിലെ ക്രിസ്മസ് ഓർമ്മകൾ എന്തായിരിക്കും? നിങ്ങൾക്കും ഉണ്ടാവും ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ. ഒരു അനുഭവം ഉണ്ട് അങ്ങനെ. അതായത് ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും, പക്ഷേ പണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി കരഞ്ഞിട്ടുള്ളൊരു അനുഭവമുണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പണ്ട് ഇന്നത്തെ പോലെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള അങ്ങനെയുള്ള ക്രിസ്മസ് നക്ഷത്രം അല്ലല്ലോ. പഴയ നമ്മൾ ഓലയുടെ വാരി വെച്ചിട്ട് അല്ലെങ്കിൽ പത്തൽ വെച്ചൊക്കെയുള്ള നമ്മൾ തന്നെ ഫ്രെയിം ഉണ്ടാക്കി അതിൽ മൈദ പശയൊക്കെ തേച്ച് ചൈനീസ് പേപ്പർ വർണ്ണക്ലാസ്സൊക്കെ ഒട്ടിച്ച് വലിയ പ്രാവശ്യം ഒരു വർഷം ഞങ്ങൾ നല്ലൊരു നക്ഷത്രം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ തലേദിവസമാണ്, കരോളൊക്കെ വരാൻ സമയമായി. അപ്പോൾ പിറ്റേ ദിവസം പൊട്ടിക്കാൻ വേണ്ടിയുള്ള പടക്കവും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റ് ഡോസിന് വേണ്ടി തലേദിവസം പടക്കം എറിഞ്ഞ് പൊട്ടിച്ചതാണ്. അത് ഈ മണ്ണെണ്ണ വിളക്കൊക്കെ വെച്ചിരുന്ന നക്ഷത്രമാണല്ലോ, അതിലേക്ക് ചെല്ലുന്നു, അത് കത്തിപ്പോകുന്നു, വിളക്ക് മറിയുന്നു, നക്ഷത്രം കത്തി കരിഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ ഫ്രെയിം മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കരോൾ വരുന്നു. നമുക്ക് ആകെ സങ്കടമായി. നമ്മുടെ ഫ്രണ്ട്, ഈ കരോളിലുള്ളത് ഞങ്ങളുടെ യൂണിറ്റുള്ളവരും ഫ്രണ്ട്സൊക്കെയാണ്. ഇവർ വരുമ്പോൾ കാണുന്നത് കത്തിയ നക്ഷത്രവും കരിഞ്ഞ കോലങ്ങളാണ് ഞങ്ങളെയൊക്കെ കാണുന്നത്. അന്ന് ഓർക്കുമ്പോൾ സങ്കടമാണെങ്കിലും ഇന്നത് ചിരി വരുന്നൊരു കുഞ്ഞൊരു അനുഭവമാണ്. പക്ഷേ ഇപ്പോഴും ഉണ്ട് പച്ചകടാതെ ആ അനുഭവം ഉള്ളിൽ.
ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഈ അനുഭവങ്ങൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ തരാറുണ്ട്. സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇങ്ങനെ സങ്കടത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ഒരു ഗാനം കൂടെ കേൾക്കാനൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് അച്ഛാ. ധനുമാസ രാവിലെ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബ്രദർ എഡ്വിൻ വരികൾ എഴുതി സംഗീതം ചെയ്തൊരു ഗാനമാണ്. ആ ഒരു ക്രിസ്മസ് ഗാനം ഇപ്പോൾ ആലപിക്കാം. ധനുമാസരാവിൽ കുളിരുള്ള രാവിൽ പുതുഗീതമൊന്നിത കേൾക്കുന്നു. അതിമോദമോടെ മാലാഖ വൃന്ദം അണിചേർന്നു പാടുന്ന സ്തുതിഗീതം. ധനുമാസരാവിൽ കുളിരുള്ള രാവിൽ പുതുഗീതമൊന്നിത കേൾക്കുന്നു. അതിമോദമോടെ മാലാഖ വൃന്ദം അണിചേർന്നു പാടുന്ന സ്തുതിഗീതം. രക്ഷകൻ ഭൂവിൽ പിറന്നു, ആനന്ദത്തോടെ ആർത്തുപാടാ. രക്ഷകൻ ഭൂവിൽ പിറന്നു, ആനന്ദത്തോടെ ആർത്തുപാടാ. ഗ്ലോറിയ 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 ഗ്ലോറിയ. ചിരി തൂകി നിൽക്കുന്നു താരം, പ്രിയനുണ്ണി യേശുവെ കാട്ടാ. ചിരി തൂകി നിൽക്കുന്നു താരം, പ്രിയനുണ്ണി യേശുവെ കാട്ടാ. പുലരിക്കു പുൽക്കൂട് പകരുന്ന സന്ദേശം അഭിമാനമോടൊത്തു പാടാ. പുലരിക്ക് പുൽക്കൂട് പകരുന്ന സന്ദേശം അഭിമാനമോടൊത്തു പാടാ. Happy, happy, happy Christmas. Merry, merry, merry Christmas. Happy, happy, happy Christmas. Merry, merry, merry Christmas. Gloria, 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 Gloria. മറിയത്തിനോടൊത്തുറങ്ങും മഹിതന്റെ നാഥനെ കാണാം. മറിയത്തിനോടൊത്തുറങ്ങും മഹിതന്റെ നാഥനെ കാണാം. തിരുകാൽക്കലേറെ കാഴ്ചകൾ വെച്ചിടാം, അരികത്തു താരാട്ടു പാടാം. തിരുകാൽക്കലേറെയായി കാഴ്ചകൾ വെച്ചിടാം, അരികത്തു താരാട്ടു പാടാം. ധനുമാസരാവിൽ കുളിരുള്ള രാവിൽ പുതുഗീതമൊന്നിത കേൾക്കുന്നു. അതിമോദമോടെ മാലാഖ വൃന്ദം അണിചേർന്നു പാടുന്ന സ്തുതിഗീതം. ധനുമാസരാവിൽ കുളിരുള്ള രാവിൽ പുതുഗീതമൊന്നിത കേൾക്കുന്നു. അതിമോദമോടെ മാലാഖ വൃന്ദം അണിചേർന്നു പാടുന്ന സ്തുതിഗീതം. രക്ഷകൻ ഭൂവിൽ പിറന്നു, ആനന്ദത്തോടെ ആർത്തുപാടാ. രക്ഷകൻ ഭൂവിൽ പിറന്നു, ആനന്ദത്തോടെ ആർത്തുപാടാ. ഗ്ലോറിയ 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 ഗ്ലോറിയ. ഹാപ്പി 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 ക്രിസ്മസ്. Merry, merry, merry Christmas.
happy, happy, happy Christmas. Merry, merry, merry Christmas. Happy, happy, happy Christmas. Merry, merry, merry Christmas. അതിമനോഹരമായിരിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല വരികൾ, നല്ല സംഗീതം, ഒത്തിരി സന്തോഷമാണ്. മനസ്സ് നിറച്ചും സന്തോഷം. ക്രിസ്മസ് നമുക്ക് നൽകുന്നതും ഇതുതന്നെയാണ്, ഈ സന്തോഷം. ദൈവം ലോകത്തിൽ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ദിനം, അതിൻ്റെ സന്തോഷം. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും ഈ സന്തോഷം തന്നെ. ഈ ക്രിസ്മസ് എപ്പിസോഡിൽ നിങ്ങൾ രണ്ടുപേരും സംഗീതവുമായിട്ട് ഞങ്ങളോട് കൂടെ കുറച്ച് സമയം ചിലവഴിച്ചു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും. വീണ്ടും പുതിയ എപ്പിസോഡിൽ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. Hallelujah, 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 hallelujah. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭുജാതനായി. പൊണ്ണുമൂറു കുന്തിരിക്കം കാഴ്ച വെച്ചല്ലോ